പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ, അഥവാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ പല സർവേ ഫലങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത്തരം സർവേ ഫലങ്ങളിലേക്ക് പോകാതെ 2011-ലെയും 16-ലെയും 21-ലെയും തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു വിശകലനം നടത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ 2011 മുമ്പ് നടന്ന അസംബ്ലി ഇലക്ഷനുകളെ നമുക്ക് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പ്രവചിക്കാൻ അത്തരം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളെ ആശ്രയിക്കാൻ കഴിയില്ല. അതിന് ബേസ് ചെയ്ത് പറയാൻ കഴിയില്ല. കാരണം ഡീലിമിറ്റേഷനെ തുടർന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ 2011 ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 2016-ലെ രാഷ്ട്രീയ സാഹചര്യമെങ്കിലും ഇപ്പോഴുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. 2016-ലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അന്ന് നിലവിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിനെതിരെ വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. അതിനെതിരെയുള്ളൊരു ജനവികാരം ഉണ്ടായിരുന്നു. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയായ ജിഷ കൊല്ലപ്പെട്ടതിൻ്റെ സാഹചര്യത്തിൽ അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ സ്ത്രീകൾ കേരളത്തിൽ സുരക്ഷിതരല്ല എന്നുള്ള തോന്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഞാൻ ഈ വിഷയത്തിൻ്റെ ചില കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ രക്ഷിതാക്കളാകെ ആശങ്കയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് കേരളത്തിൽ ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെ കൂടിയിരിക്കുന്നു. അതേക്കുറിച്ചുള്ള വസ്തുതകൾ പരിശോധിച്ച് തന്നെയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അതായത് 2-3 പ്രിൻ്റ് മീഡിയയെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള സിന്തറ്റിക് രൂപത്തിലൊക്കെയുള്ള മയക്കുമരുന്നുകൾ വ്യാപകമായി കുട്ടികൾ ഉപയോഗിക്കുന്നു. അത് വ്യാപകമായ രീതിയിലെങ്കിലും പിടിച്ചെടുക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഫിഗേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് അവതരിപ്പിക്കാം. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള നിരവധി കാരണങ്ങളാൽ ഇന്നത്തെ ഇവിടെയുള്ള ഗവൺമെൻറ്റിനെതിരെ വലിയ ജനവികാരം പ്രകടമാണ്. അതുപോലെ തന്നെ CPM-ൻ്റെ നേതൃത്വത്തിൽ സാമുദായിക ധ്രുവീകരണം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള മേഖലകളിൽ ഒരല്പം മുന്നേറ്റം ഉണ്ടാക്കാൻ CPM-ന് സാധിച്ചേക്കുമെന്നല്ലാതെ CPM നടത്തുന്ന ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ മലബാറിൽ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. കാസർഗോഡ് കാര്യം നമ്മൾ പറയുന്നില്ല, കണ്ണൂരിലും കോഴിക്കോടും വയനാടും മലപ്പുറത്തും എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഈ 4 ജില്ലകളിലെങ്കിലും CPM നടത്തുന്ന സാമുദായിക ധ്രുവീകരണം വലിയ തിരിച്ചടി ഉണ്ടാക്കും. മാത്രമല്ല, ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് MK രാഘവൻ കോഴിക്കോട് നോർത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ചേർന്ന് വരുമ്പോൾ നല്ല കാൻഡിഡേറ്റ്സ് വരുന്നു. ഇത്തരം സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ വടക്കൻ മലബാറിൽ നിന്ന് വലിയൊരു മികച്ച വിജയമുണ്ടാക്കാൻ UDF-ന് സാധിച്ചേക്കുമെന്നുള്ളതാണ് സാഹചര്യം. നമ്മൾ എന്തുകൊണ്ടാണ് 2011-ൻ്റെയും 16-ൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്? 2016-ൽ 49 നിയമസഭാ സീറ്റുകളിൽ 47 നിയമസഭാ സീറ്റുകളിൽ UDF വിജയിച്ചിരുന്നു. അപ്പോൾ അതിന് പുറമെ 2 MLA-മാർ ഭരണകക്ഷിയെ പിന്തുണക്കാത്തവരായി അന്നുണ്ടായിരുന്നു. PC ജോർജും അതുപോലെ തന്നെ നമ്മുടെ O രാജഗോപാലും. ഇങ്ങനെ 2 MLA-മാർ ഭരണപക്ഷത്തെ പിന്തുണക്കാത്തവരായി ഉണ്ടായിരുന്നു. അഥവാ ഭരണപക്ഷത്തിന് അന്ന് 91 പേരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിൽ UDF-ന് ആ 47-ൽ നിന്നും പിന്നീട് അധികാരത്തിൽ വരാൻ ആവശ്യമായിട്ടുള്ളത് 24 അസംബ്ലി സെഗ്മെൻറ്റ്സിൻ്റെ കൂടി പിന്തുണയാണ്. അത് തീർച്ചയായിട്ടും ഈ വടക്കൻ മലബാറിൽ നിന്ന്, പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇത്തവണ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി നേതാക്കൾ നിയമസഭയിലെത്താൻ പോവുകയാണ്. അതുപോലെ മുമ്പ് കണ്ണൂർ നിയമസഭാ സീറ്റിലും അഴീക്കോട് നിയമസഭാ സീറ്റിലുമൊക്കെ UDF വിജയിച്ചിട്ടുള്ളതാണ്. പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ അവിടെയെല്ലാം വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് തിരുവമ്പാടി ഉൾപ്പെടെ കൊടുവള്ളി ഉൾപ്പെടെയുള്ള നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യത. നമ്മൾ മറ്റൊരു വസ്തുത പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് പൊതുവെ ഈ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ പ്രബലരായ മേഖലയിലെ LDF-ൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ അവരെത്രമാത്രം ശക്തരാണ് എന്നുള്ളത് നമുക്ക് ഈ 3 രാഷ്ട്രീയ നേതാക്കൾ നോക്കിയാൽ കാണാൻ കഴിയും. ഒന്ന് PTA റഹീമാണ്, KT ജലീലാണ്, കാരാട്ട് റസാഖാണ്. കാരാട്ട് റസാഖിനെ പോലെ, PTA റഹീമിനെ പോലെ, അല്ലെങ്കിൽ V അബ്ദുറഹ്മാൻ, ഈ V അബ്ദുറഹ്മാൻ തന്നെ പഴയ കോൺഗ്രസ്സുകാരനാണ്, ഇപ്പോഴത്തെ മന്ത്രി. അപ്പോൾ V അബ്ദുറഹ്മാനെ പോലെ, കാരാട്ട് റസാഖിനെ പോലെ, KT ജലീലിനെ പോലെയുള്ള ആളുകളെ, PTA റഹീമിനെ പോലെയുള്ള ആളുകളെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടി LDF ആശ്രയിക്കുന്നത്? അഥവാ LDF-നെ ഒരു മുന്നണി എന്നുള്ള നിലക്കോ CPM-നെ ഒരു പാർട്ടി എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ മലബാറിൽ സ്വാധീനമുള്ള മറ്റ് ഘടകകക്ഷികൾ എന്ന നിലക്കോ അവർക്ക് അതിൻ്റെ പേരിൽ മാത്രം വോട്ട് ചോദിച്ചാൽ വിജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം
മുമ്പേ ഇല്ല. 2016 തുല്യമായ സാഹചര്യമെങ്കിലും ഇപ്പോഴുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ 47 സീറ്റിൽ അപ്പോൾ UDF വിജയിക്കാവുന്ന സാഹചര്യമാണുള്ളത്. കണ്ണൂരിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവും കൊല്ലത്ത് നിന്ന് സുജാ ചന്ദ്രബാബുവും എല്ലാം നമുക്ക് തരുന്ന സൂചനകൾ CPM-നകത്തു നിന്ന് തന്നെ ഉള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് CPM-ൻ്റെ ജില്ലാ സമിതി അംഗങ്ങൾ പോലും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ കരുതുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അരുവിക്കര, പാറശാല, വർക്കല, നെടുമങ്ങാട് പോലെയുള്ള അസംബ്ലി സെഗ്മെൻറ്റ്സും, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മണലൂർ, ഒല്ലൂർ, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട പോലെ, കൊടുങ്ങല്ലൂർ പോലെയുള്ള അസംബ്ലി സെഗ്മെൻറ്റ്സിലുമൊക്കെ UDF വിജയിച്ചു വരാൻ കഴിയുന്നതായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് കുഞ്ഞികൃഷ്ണന് ഇത്ര ധൈര്യത്തോടു കൂടി CPM ഭരണത്തിലിരിക്കെ കണ്ണൂർ പോലെയുള്ള, പയ്യന്നൂർ പോലെയുള്ള ഒരു മേഖലയിൽ നിന്ന് ഇത്രമാത്രം ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം നടക്കുന്നു, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും പലയിടങ്ങളിലും സാധാരണ മനുഷ്യർ വരെ കുഞ്ഞികൃഷ്ണൻ സഖാവ് എഴുതിയിട്ടുള്ള പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാം. ഇതെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ ഈ കഴിഞ്ഞ 1-2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒറ്റ സീറ്റിലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം UDF-നുണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലല്ല. അപ്പോൾ നമ്മുടെ PC വിഷ്ണുനാഥും മറ്റും മഹേഷ് സഖാവ് നമ്മുടെ മഹേഷ് എന്ന് പറയുന്നൊരു MLA ഉണ്ട് കോൺഗ്രസ്സിന് കൊല്ലം ജില്ലയിൽ നിന്ന്. ഇവരെല്ലാം വിജയിച്ചു വരുന്നതായ സാഹചര്യമുണ്ട്. അപ്പോൾ അതേസമയം അതിനു മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ നിന്ന് UDF-ന് ഒരു പ്രതിനിധി ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ നിന്നെല്ലാം മാറി ആയിഷ പോറ്റിയെ പോലെയുള്ള ആളുകളൊക്കെ മത്സരിച്ച് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ UDF. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും വിജയിക്കാൻ കഴിയുമ്പോഴാണ് സാധാരണ രീതിയിൽ അവിടെ നിന്ന് മാക്സിമം സീറ്റുകൾ നേടിക്കൊണ്ടാണ് സാധാരണ രീതിയിൽ LDF അധികാരത്തിൽ വന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2016-ൻ്റെയും 2021-ൻ്റെയും കാര്യം പറഞ്ഞത്. 2016-ലും 2021-ലും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് LDF എത്രമാത്രം അസംബ്ലി സെഗ്മെൻറ്റ്സിൽ വിജയിച്ചു എന്നുള്ളത് പരിശോധിച്ചാൽ, ഇപ്പോൾ അവസാനത്തെ 2021-ലെ കാര്യം തന്നെ നോക്കൂ. അവിടെ നിന്ന് നമ്മുടെ വിൻസെൻ്റ് MLA വിജയിച്ചത് ഒഴിച്ചു നിർത്തിയാൽ LDF-കാരനല്ലാത്ത ഒരാളും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള 13 മണ്ഡലങ്ങളും അവർ വിജയിച്ചു എന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻ്റണി രാജു ഈ മന്ത്രിസഭയുടെ തുടക്കത്തിലുണ്ടായിരുന്ന മന്ത്രി തന്നെയും MLA എന്ന നിലയ്ക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ചേർന്ന് തിരുവനന്തപുരം ജില്ലയിലെ നഗരകേന്ദ്രീകൃതമായ ആ ഒരു പ്രദേശങ്ങളിലും മൊത്തത്തിലും വലിയ തിരിച്ചടി LDF-നുണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ പരിശോധിച്ചുകൊണ്ട് തന്നെ സർവേകളുടെ ഫലം പരിശോധിക്കാതെ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ സാധിക്കും. ആ സൂചനകൾ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. രാഷ്ട്രീയ കേരളത്തെ സ്വാധീനിക്കുന്ന ചില വിഷയങ്ങൾ കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അതിലൊന്ന്, കേരളീയ മുസ്ലിങ്ങൾക്കിടയിലെ പ്രബല വിഭാഗമായ സമസ്തയുടെ ഒരു സമ്മേളനം കാസർഗോഡ് മുല്ലക്കോയ തങ്ങൾ നഗറിൽ ഫെബ്രുവരി 4 മുതൽ 8 വരെ നടക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, അത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പിണറായി വിജയനും VD സതീശനും അതിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു അവസരത്തിൽ മുമ്പ് കാന്തപുരം വിഭാഗത്തിൻ്റെ സമ്മേളന വേദിയിൽ വെച്ച് ഈ 2 നേതാക്കൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കേരളീയ രാഷ്ട്രീയ വൃത്തം ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകി. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്നുള്ള നിലയ്ക്ക് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ഈ അടുത്തിടെ അവർ പറയുകയാണ്, മുസ്ലിം സമുദായം ഇവിടെ അനർഹമായി ഒന്നും നേടിയെടുത്തിട്ടില്ല. എന്ത് പശ്ചാത്തലത്തിലാണ് കാന്തപുരം സുന്നി വിഭാഗത്തിന് അങ്ങനെ പറയേണ്ടി വരുന്നത്? അവർ യഥാർത്ഥത്തിൽ പാരമ്പര്യമായി ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നവരാണ്. 2004-ൽ TK ഹംസ മലപ്പുറത്ത് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ എല്ലാം പിന്നിൽ അന്ന് മഞ്ചേരി ലോക്സഭാ സെഗ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ എല്ലാം പിന്നിൽ വലിയ പിന്തുണ ഇടതുപക്ഷത്തിന് കാന്തപുരം വിഭാഗത്തിൻ്റെതായി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാന്തപുരം വിഭാഗമാണ് ഇപ്പോൾ പറയുന്നത്, ഇവിടെ
മുസ്ലിം സമുദായം അനർഹമായി ഒന്നും നേടിയെടുക്കുന്നില്ല എന്ന്. അതായത് ഇതര സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ, സമുദായ നേതാക്കൾ മുസ്ലിം സമുദായം എന്തൊക്കെയോ അനർഹമായി നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഭൂരിപക്ഷമായ ഇടങ്ങളിൽ തങ്ങൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ സെയിങ് ദാറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി ഹാസ് നോട്ട് ഗോട്ട് എനിത്തിങ് വിച്ച് ദേ ഡു നോട്ട് ഡിസേർവ്? അങ്ങനെ അവർ അർഹിക്കാത്തതൊന്നും നേടിയിട്ടില്ല എന്ന് പറയേണ്ടതാണ്. ആ പറയേണ്ട ആളുകൾ അത് പറയാതിരിക്കുന്നത് കൊണ്ടാണ് കാന്തപുരത്തിന് അങ്ങനെ പറയേണ്ടി വരുന്നത്. അതും നമുക്കൊരു രാഷ്ട്രീയ സൂചന നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ CPM-ന്റെ ഒരു ഘടകകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷിയായ RJD പുലരുകയും അതിലൊരു വിഭാഗം LDF തുടരാനാകില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഭരണകക്ഷിയുടെ ഭാഗമായ ഭരണമുന്നണിയുടെ ഭാഗമായ ഒരു ഘടകകക്ഷി ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെർട്ടൺ ആണ് എന്ത്, ഇനി ആ ഒരു ഭരണമുന്നണിക്ക് തുടരാൻ കഴിയില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആകെ കഴിഞ്ഞ തവണ എല്ലാ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഇൻകംബന്റ് സർക്കാരുകൾ തുടർന്നതിൻ്റെ ഭാഗമായി ഇവിടെയും ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്നേ ഉള്ളൂ. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നു. ഇന്ന് വൈകുന്നേരം ഏറ്റവും അവസാനമായി വന്ന വാർത്ത, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു SIT. ഈ പോറ്റി പുറത്തുപോയി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണ തകിടി ചെമ്പായി മാറിയതൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തുവരിക. അദ്ദേഹത്തിന് വലിയ ജനസ്വീകാര്യത കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തന്നെ അവിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലും മത്സരിക്കുകയാണ് എങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയിലും, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയ ഈ സർവീസ് സെക്ടറിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടേക്കുള്ള ജനങ്ങളുടെ മനസ്സുകളെ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള കേസും ഇനി അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫിഗേഴ്സിൻ്റെ പുറകെ പോവാതെ, ഏതെങ്കിലും ഒരു സർവേ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാതെ, ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ചില സൂചനകൾ അടുത്തിടെ ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കൺക്ലൂഷനായി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.